നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. കോവിഡ് മഹാമാരിയുടെ ആശങ്കകൾക്ക് മീതെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൊൻകിരണങ്ങളുമായി ലോകം ക്രിസ്മസ് ആഘോഷ നിറവിൽ. ക്രിസ്തുദേവന്റെ ജനനത്തെ വരവേറ്റ് വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകൾ ഭക്തി നിർഭരം. മനം കവർന്ന് വൈവിധ്യമാർന്ന പുൽക്കൂടുകൾ. പതിവ് തെറ്റിക്കാതെ ജേക്കബിന്റെ കാരുണ്യ സബല്യം. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രം. 20,000-ലധികം പേർ പങ്കെടുത്തിരുന്ന പ്രസാദ ഊട്ട് കോവിഡ് സാഹചര്യത്തിൽ ഇത്തവണ ഉണ്ടായില്ല. പഞ്ചരത്ന കീർത്തനാലാപനം ഉൾപ്പെടെയുള്ള സാംസ്കാരിക ചടങ്ങുകൾ നടന്നത് ഓൺലൈനായി. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ച് ആനയെ പ്രകടനത്തിൽ പങ്കെടുപ്പിച്ചതിന് പുന്നൂർക്കുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീബ് ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു ചട്ടലംഘനം. നടൻ അനിൽ നെടുമങ്ങാട് മുങ്ങിമരിച്ചു. ഷൂട്ടിങ്ങിനായി തൊടുപുഴയിൽ എത്തിയപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം മലങ്കര ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കയത്തിൽപ്പെട്ട് മുങ്ങിമരണം. വിട പറഞ്ഞത് അയ്യപ്പനും കോശിയിലൂടെയും കമ്മട്ടിപ്പാടത്തിലൂടെയും ശ്രദ്ധ നേടിയ അഭിനേതാവ്. മലയാളക്കരയെ ഞെട്ടിച്ച് ഡിസംബറിന്റെ മറ്റൊരു നഷ്ടം കൂടി. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെ ക്രിസ്മസ്. കോവിഡ് മഹാമാരിയുടെ ആശങ്കകൾക്ക് മീതെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൊൻകിരണങ്ങളുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസികൾ പ്രതീക്ഷ കൈവിടുന്നില്ല. വലിയ ആഘോഷങ്ങളോ കരോളോ ബാൻഡ് മേളങ്ങളോ കൂട്ടായ്മകളോ ഒന്നുമില്ലെങ്കിലും നാടും നഗരവും ക്രിസ്മസിനെ വരവേറ്റു. പുൽക്കൂട് ഒരുക്കിയും അലങ്കാര വിളക്കുകൾ തൂക്കിയും വീടുകൾ പ്രതീക്ഷയുടെ പൊൻപ്രഭയിലായിരുന്നു. പുറത്തുപോകാൻ കഴിയില്ലെങ്കിലും അകത്തിരുന്ന് വിരുന്നൊരുക്കി ആഘോഷങ്ങൾ പൊടിപൊടിച്ചു. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാപരമായ മനസ്സുമായി ക്രൈസ്തവർ പാതിരാ കുർബാനയ്ക്കായി ഒത്തുചേർന്നു. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനം രോഗാതുരമായ ആശങ്കയുടെ കാലത്തും നിയന്ത്രണങ്ങളോടെ നാട് ആഘോഷമാക്കി. ലോകത്തിന് പ്രകാശം പകർന്ന ദേവപുത്രൻ പിറന്നതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. പുരോഹിതർ വിശ്വാസികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി. കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് പാതിരാ കുർബാനയും ആരാധനയും നടന്നത്. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ പുലർച്ചെ 2:30 ശുശ്രൂഷ ആരംഭിച്ചു. വികാരി ഫാദർ പത്രോസ് ജി പുലിക്കോട്ടിൽ, സഹവികാരി ഫാദർ ലൂക്കോസ് ബാബു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കൈസ്ഥാനി P. പൌലോസ്, സെക്രട്ടറി NI കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി. പള്ളിയിലെ യുവജന പ്രസ്ഥാനം അംഗങ്ങൾ പള്ളിയങ്കണത്തിൽ വലിയ നക്ഷത്രവും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കിയിരുന്നു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് മോർ ഗ്രിഗോറിയസ് ദേവാലയത്തിൽ ശുശ്രൂഷകൾ പുലർച്ചെ 2:30 തന്നെ ആരംഭിച്ചു. വികാരി റോറൻ ഫാദർ ഗീവർഗീസ് വർഗീസ് എൽദോ പെരുന്നാൾ ശുശ്രൂഷയ്ക്കും പാതിരാ കുർബാനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈസ്ഥാനി TI ഉല്ലാസ്, സെക്രട്ടറി CK ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പുലർച്ചെ 2 എൽദോ പെരുന്നാൾ ശുശ്രൂഷ ആരംഭിച്ചു. തുടർന്ന് തീജോല ശുശ്രൂഷയും നടന്നു. വികാരി ഫാദർ ജോൺ ഐസക് തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന തിരുപ്പിറവി ആഘോഷത്തിന് വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷകരും വിശ്വാസികളും പങ്കെടുത്തു. ജനനപ്പെരുന്നാളിലെ തീജ്വാല ശുശ്രൂഷയും പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവുമുണ്ടായിരുന്നു. വികാരി ക്രിസ്മസ് സന്ദേശം നൽകി. കൂനമൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള തിരുകർമ്മങ്ങൾ നടന്നു. കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് തിരുപ്പിറവി ആഘോഷിച്ചത്. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. തിരുപ്പിറവിക്ക് ശേഷം നിർമ്മല മൈതാനിയിലും ഗ്രോട്ടോയിലും ഒരുക്കിയ പുൽക്കൂട്ടിലേക്ക് വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. തുടർന്ന് ക്രിസ്മസ് സന്ദേശവും ഉണ്ടായി. ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്താറുള്ള ക്രിസ്മസ് ട്രീ മത്സരം, പുൽക്കൂട് മത്സരം, കേക്ക് വിതരണ എന്നിവയെല്ലാം കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി മാറ്റിവെച്ചിരുന്നു. ചടങ്ങുകൾക്ക് ഇടവകാംഗവും CFM ബ്രദറുമായ സോജി പീറ്റർ, ട്രസ്റ്റിമാരായ PV തോമസ്, TF ഡേവിസ്, ഡിജോ ഡേവിസ്, KR ബെന്നി, കേന്ദ്രസമിതി സെക്രട്ടറി ഷാജു തരകൻ, പ്രതിനിധി സെക്രട്ടറി KL ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള തിരുകർമ്മങ്ങൾ നടന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഈ വർഷത്തെ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ നടന്നത്. ഫൊറോന ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് മുഖ്യ കാർമ്മികനായി. തിരുകർമ്മങ്ങളുടെ ഭാഗമായുള്ള തിരുപ്പിറവിയുടെ ആവിഷ്കാരത്തിനുശേഷം വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. തുടർന്ന് ക്രിസ്മസ് സന്ദേശവുമുണ്ടായി. ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്താറുള്ള ക്രിസ്മസ് ട്രീ മത്സരം, പുൽക്കൂട് മത്സരം, കേക്ക് വിതരണം എന്നിവയെല്ലാം കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി മാറ്റിവെച്ചിരുന്നു. തിരുപ്പിറവിയുടെ ഭാഗമായുള്ള കുർബാനയ്ക്ക് ശേഷം വനമാത മീഡിയ ക്ലബ് ഒരുക്കുന്ന മാത്തുവേട്ടന്റെ ക്രിസ്മസ് എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം വികാരി നിർവഹിച്ചു.
തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് സഹവികാരി ഫെബിൻ ചിറയത്ത്, കൈക്കാരന്മാരായ ടി.ഒ. ജോയ്, സി.എ. മാത്യൂസ്, പി.സി. ജോസഫ്, സി.ജെ. സാബു എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷിച്ചു. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചടങ്ങ് മാത്രമാണ് നടത്തിയത്. തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ഫൊറോന വികാരി ഫാദർ ജോയ് അടമ്പുകുളം മുഖ്യ കാർമ്മികനായി, ഫാദർ ജോർജ് തേറാട്ടിൽ സഹകാർമ്മികനായി. കർമ്മങ്ങൾക്ക് ശേഷം ഭൂജാതനായ ഉണ്ണിയേശുവിന്റെ തിരുരൂപത്തെ അൾത്താരയിൽ നിന്നും പള്ളിയങ്കണത്തിൽ തയ്യാറാക്കിയ പുൽക്കൂട്ടിലേക്ക് എഴുന്നള്ളിച്ചു. കൈക്കാരന്മാരായ കെ.ഒ. ജോണി, എം.ഒ. ജോൺസൺ, പി.കെ. ജെയിംസ്, ഡീൻസ് തറയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ അതിരൂപത തീർത്ഥാടന കേന്ദ്രമായ പാലയൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. ലളിതമായ ചടങ്ങുകളാണ് നടത്തിയത്. വ്യാഴാഴ്ച രാത്രി 11:30 ക്രിസ്മസ് തിരുകർമ്മങ്ങളും വിശുദ്ധ കുർബാനയും നടന്നു. വർണ്ണമനോഹരമായ ദീപാലങ്കാരവും ഒരുക്കിയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 5:00-നും 6:30-നും രാവിലെ 8:00 വിശുദ്ധ കുർബാനയുണ്ടായി. വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നും 100 പേർ കുർബാനയിൽ പങ്കുചേർന്നു. വികാരി ഫാദർ വർഗീസ് കരിപ്പേരി മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ അനു ചാലിൽ സഹകാർമ്മികനായിരുന്നു. തൃശൂർ അതിരൂപത തീർത്ഥാടന കേന്ദ്രമായ പാലയൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. ലളിതമായ ചടങ്ങുകളാണ് നടത്തിയത്. വ്യാഴാഴ്ച രാത്രി 11:30 ക്രിസ്മസ് തിരുകർമ്മങ്ങളും വിശുദ്ധ കുർബാനയും നടന്നു. വർണ്ണമനോഹരമായ ദീപാലങ്കാരവും ഒരുക്കിയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 5:00-നും 6:30-നും രാവിലെ 8:00 വിശുദ്ധ കുർബാനയുണ്ടായി. വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നും 100 പേർ കുർബാനയിൽ പങ്കുചേർന്നു. വികാരി ഫാദർ വർഗീസ് കരിപ്പേരി മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ അനു ചാലിൽ സഹകാർമ്മികനായിരുന്നു. യേശുവിന്റെ തിരുജനനത്തിന്റെ സ്മരണ പുതുക്കി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന എൽദോ പെരുന്നാൾ ക്രിസ്തുമസ് ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച വൈകിട്ട് എൽദോ ചാപ്പലിൽ സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ജനന പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിച്ചു. പാതിരായുടെ പ്രാർത്ഥനയുടെ 3-ാം കൗമയിലെ മധ്യഭാഗത്തായി തിരുപ്പിറവിയുടെ ഏറ്റവും അനുഗ്രഹമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് പ്രദക്ഷിണമായി പ്രവേശിച്ചു. ഫാദർ ജേക്കബ് കക്കാട്ട് ഏവൻഗഴിയോൻ വായന നടത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ആട്ടിടയന്മാർ യേശുവിനെ തീ കൂട്ടി കാത്തിരുന്നതിനെ അനുസ്മരിച്ച് തീജ്വാലയ്ക്ക് തിരികൊളുത്തി. കത്തിച്ച മെഴുകുതിരികളുമായി വിശ്വാസികൾ തീജ്വാലയെ എതിരേറ്റു. കുന്തിരിക്കം സമർപ്പിച്ച എല്ലാവരും തീജ്വാലയെ 3 തവണ വലയം ചെയ്തു. തുടർന്ന് പള്ളിമണികളടിച്ച് വൈദികൻ സ്ലീബ ആഘോഷവും അവധു മാലാഖയും നടത്തി. 3-ാം മണി, 6-ാം മണി, 9-ാം മണി നമസ്കാരവും നടത്തി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും തുടർന്ന് ആശീർവാദവും നടത്തി. ഫാദർ ജേക്കബ് കക്കാട്ട് എല്ലാവർക്കും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ക്രിസ്തുമസ് ആശംസകളും നേർന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഫാദർ ജേക്കബ് കക്കാട്ട്, ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി കെ.സി. വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കൊരട്ടിക്കര മാർ കൂർലോസ് ബാവ ഇടവക ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷിച്ചു. പുലർച്ചെ 3:30 പ്രഭാത കുർബാനയ്ക്ക് ശേഷം തീജ്വാല ശുശ്രൂഷ നടന്നു. തുടർന്ന് വിശുദ്ധ കുർബാനയും ക്രിസ്തുമസ് സന്ദേശവും സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത നൽകി. ചടങ്ങുകൾക്ക് ഡീക്കൻ ബെന്യാമിൻ ചിച്ചിലപ്പള്ളി, ഇടവക സെക്രട്ടറി ജോമോൻ സി.ജി, ട്രസ്റ്റി ബാബു മേക്കാട്ടുകുളം എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ കർത്താവിന്റെ ജനന പെരുന്നാൾ ആഘോഷിച്ചു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ എൽദോ ജോയ് മഴുവഞ്ചേരി പറമ്പത്ത് കശീശ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 6-ന് സന്ധ്യാപ്രാർത്ഥന, തുടർന്ന് 8-ന് രാത്രി പ്രാർത്ഥനയും പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം ആരംഭിച്ച് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയപ്പോൾ കർത്താവിന്റെ ജനന സമയത്ത് വിദ്വാൻമാർക്കും ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിലേക്ക് വഴി കാണിച്ചു കൊടുത്ത നക്ഷത്രത്തിന്റെ സ്മരണാർത്ഥം പ്രത്യേകം തയ്യാറാക്കിയ കുരിശാകൃതിയിലുള്ള കുഴിയിൽ തീജ്വാല ശുശ്രൂഷയും തുടർന്ന് പ്രദക്ഷിണം, പള്ളിയിൽ പ്രവേശിച്ച് സ്ലീബ ആഘോഷവും നടത്തി. തുടർന്ന് പ്രഭാത പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും നടത്തി. കോവിഡ്-19 പ്രോട്ടോകോൾ പ്രകാരം നിയന്ത്രണ വിധേയമായി വിശ്വാസികൾ സംബന്ധിച്ചു. പഴയ പള്ളി ട്രസ്റ്റി വറീദ് സി.വി, കൈക്കാരൻ തമ്പി കെ.പി, സെക്രട്ടറി സൈമൺ സി.വി എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ക്രിസ്മസ് ദിനത്തിൽ തെരുവു മക്കളെ ഊട്ടാറുള്ള ജേക്കബിന്റെ സഭയിലേക്ക് കാൽനൂറ്റാണ്ട്. കോവിഡ് പ്രതിസന്ധിയിലും പതിവ് തെറ്റിക്കാതെ ജേക്കബ് തെരുവു മക്കൾക്കൊപ്പമാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതി ഡയറക്ടർ ഗുരുവായൂർ സ്വദേശി CL ജേക്കബ് കഴിഞ്ഞ 25 വർഷമായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് തെരുവു മക്കളോടൊപ്പമാണ്. വീട്ടുമുറ്റത്ത് പന്തലിട്ട് ഭക്ഷണമൊരുക്കി തെരുവു മക്കളെ ക്ഷണിക്കും. കരോൾഗാനവുമായി കേക്ക് മുറിച്ച് ആഘോഷം പൊടിപൊടിക്കും. 1000-ഓളം പേരാണ് ക്രിസ്മസിന് ജേക്കബിന്റെ വീടുമുറ്റത്തെത്താറ്. ജേക്കബിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഇതിന് പരിപൂർണ പിന്തുണയാണ് നൽകാറ്. കോവിഡ് പ്രതിസന്ധിയിൽ ഇത്തവണ ആഘോഷം വേണ്ടെന്ന് വെക്കണമെന്നായിരുന്നു എല്ലാവരുടെയും നിർദ്ദേശം. എന്നാൽ അതിന് മനസ്സനുവദിക്കാതിരുന്നതിനാൽ ഇത്തവണ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കി പൊതിഞ്ഞ് തെരുവു മക്കൾക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്തത്. 250 പേർക്കാണ് ഇത്തവണത്തെ ഭക്ഷണം നൽകിയത്. കോഴി ബിരിയാണിക്കും അനുബന്ധ കറികൾക്കുമൊപ്പം കേക്കും നൽകിയിരുന്നു.
ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും അശരണരുടെ ആശ്രയ കേന്ദ്രമാണ് ജേക്കബ്. തെരുവിൽ അസുഖബാധിതരായി കഴിയുന്നവരെ ശുശ്രൂഷിക്കാനും അഭയകേന്ദ്രത്തിൽ എത്തിക്കാനും ജേക്കബിന് മടിയില്ല. തെരുവിൽ കഴിയുന്ന 1000-ലധികം പേർക്കാണ് ജേക്കബ് ഇത്തരത്തിൽ തണലായിട്ടുള്ളത്. തനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇത് തുടരുമെന്നും ഈ ജീവകാരുണ്യ പ്രവർത്തകൻ പറയുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. മറ്റു വാർത്തകൾ. ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാട് തൊടുപുഴ മലങ്കര ഡാമിൽ മുങ്ങിമരിച്ചു. കുളിക്കാനിറങ്ങിയപ്പോൾ കയത്തിൽപ്പെടുകയായിരുന്നു. മൃതദേഹം കണ്ടെടുത്തു. ക്രിസ്തുമസ് ദിനത്തിൽ വൈകിട്ട് തൊടുപുഴയിലെ മലങ്കര ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കയത്തിൽ മുങ്ങിമരിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങിനായാണ് അദ്ദേഹം തൊടുപുഴയിലെത്തിയത്. അപകടം നടക്കുമ്പോൾ സിനിമാ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ഡാമിൽ മുങ്ങിത്താഴ്ന്ന അദ്ദേഹത്തെ നാട്ടുകാരും സഹപ്രവർത്തകരും പുറത്തെടുത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായ അയ്യപ്പനും കോശിയിലും ശ്രദ്ധേയവേഷം ചെയ്തിരുന്നു. പാവാട, സമർപ്പണം, ആഭാസം, കല്യാണം, പരോൾ, ഇളയരാജ, കമ്മട്ടിപ്പാടം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗംഗയെ വേണ്ട, അവൻ വെറും ഒരു വേസ്റ്റാടാ. അല്ല, ഗംഗ നിന്റെ ആരാ? അവന്റെ കെട്ടിയവക്ക് പോലും അവനെ വേണ്ട. പിന്നെ നീ എന്തിനാടാ അവനെ അന്വേഷിച്ച് നടക്കുന്നത്? അവനൊരു പേപ്പട്ടിയാടാ. പിടിച്ച തെരുവ് പൊട്ടി വീട്ടിൽ കയറി വന്ന തല്ലിക്കൊല്ലും അല്ലേ? അയ്യപ്പനും കോശിയിലും അയ്യപ്പന്റെ മേലുദ്യോഗസ്ഥനായ CAയുടേത് മനുഷ്യപ്പറ്റുള്ള എന്നാൽ ശക്തനായ പോലീസ് കഥാപാത്രമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് സ്വദേശം. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠിച്ചിറങ്ങിയ ശേഷം അദ്ദേഹം നാടകരംഗത്താണ് ചുവടുവെച്ചത്. പിന്നീട് മിനി സ്ക്രീനിൽ അവതാരകനായി. അതിനുശേഷം 2014 സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ വില്ലൻ വേഷം ചെയ്തു. പിന്നീടാണ് അയ്യപ്പനും കോശിയിലെ പോലീസ് വേഷം തേടിയെത്തിയത്. കൾച്ചറൽ ഡെസ്ക്, CCTV. BJP കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 25 ദേശീയ സദ്ഭരണ ദിനാചരണവും ക്രിസ്മസ് ആഘോഷവും നടത്തി. ലിവ ടവർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കർഷക സമ്മാൻ നിധിയിൽ 18,000 കോടി രൂപ കർഷകർക്ക് സമ്മാനിക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറിയും മരത്തങ്കോട് പള്ളി വികാരിയുമായ ഫാദർ സ്റ്റീഫൻ ജോർജ് ക്രിസ്മസ് സന്ദേശം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. OBC മോർച്ച ജില്ലാ അധ്യക്ഷൻ KS രാജേഷ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുഭാഷ് ആദൂർ, PJ ജെബിൻ, E ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ ആദരിച്ചു. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ യഹൂദയിൽ ബെത്ലഹേമിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന യേശു സമസ്ത ജനങ്ങളെ, അന്ന് ക്രൈസ്തവ മതത്തിന് വേണ്ടിയല്ല യേശു നിലകൊണ്ടിട്ടുള്ളത്, മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി സ്നേഹം സാധ്യമാക്കാൻ തക്കവണ്ണം, നന്മയെ കണ്ട് നന്മ അനുഷ്ഠിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾ ഭക്തിസാന്ദ്രം. കോവിഡ് സാഹചര്യത്തിൽ ചടങ്ങുകൾ മാത്രമായിട്ടാണ് ഏകാദശി ആഘോഷങ്ങൾ നടത്തിയത്. ഏകാദശി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ആയുർവേദ ദൈവമായ ധന്വന്തരി ഭഗവാനെ തൊഴാനും പ്രധാന വഴിപാടായ മുക്കിടി സേവിക്കാനുമായി എത്തിയിരുന്നത്. വർഷങ്ങളായി പുലർച്ചെ മുതൽ നിർമ്മാല്യ ദർശനത്തിനായി ഉണ്ടാകാറുള്ള നീണ്ട വരി ഇത്തവണയില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വളരെ കുറച്ചു പേരാണ് തൊഴാനെത്തിയത്. ഏകാദശി, ദ്വാദശി ദിവസങ്ങളിൽ 20,000-ലധികം പേർക്ക് നടത്തിവന്നിരുന്ന പ്രസാദകൂട്ടും ഈ വർഷമില്ല. ഏകാദശിയോടനുബന്ധിച്ച് നടത്തിവരാറുള്ള സാംസ്കാരിക പരിപാടികൾ ആഘോഷങ്ങളും ആരവങ്ങളുമില്ലാതെ ഓൺലൈനായാണ് സംഘടിപ്പിച്ചത്. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനം, ഭഗവത്ഗീത പാരായണം, നാരായണീയ പാരായണം, സ്തോത്രപഞ്ചാശിക പാരായണം എന്നിവ നടന്നു. തുടർന്ന് സംഗീതോത്സവത്തിൻ്റെ സമാപനത്തിൽ പ്രമുഖ സംഗീതജ്ഞർ ഓൺലൈൻ വഴി പഞ്ചരത്ന കീർത്തനാലാപനം നടത്തി. ഉച്ചയ്ക്ക് ശീവേലിക്ക് 3 ഗജവീരന്മാരെ അണിനിരത്തി. തുടർന്ന് പഞ്ചവാദ്യം, മേളം എന്നിവയും നടന്നു. വൈകിട്ട് 6:30 ദീപാരാധന, വിളക്കിനെഴുന്നള്ളിപ്പ്, തായമ്പക, തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ ദ്വാദശി പണം സമർപ്പിക്കുന്നതോടെ ഈ വർഷത്തെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കാസർഗോഡ് കാഞ്ഞങ്ങാട് SYS പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് SYS ചാലിശ്ശേരി സെന്ററിൽ പ്രകടനം നടത്തി. സുന്നി പ്രവർത്തകർക്കെതിരെ തുടർന്നു വരുന്ന അക്രമങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം മുസ്ലിം ലീഗിനുണ്ടാകുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. SYS തൃത്താല സോൺ ഭാരവാഹി സൈനുദ്ദീൻ ഒതലൂർ സംസാരിച്ചു. കൂറ്റനാട് സർക്കിൾ സെക്രട്ടറി ഗഫൂർ കൂറ്റനാട്, കരീം പട്ടിശ്ശേരി, നവാസ് കൂറ്റനാട്,
ബാബു ഹാജി തൃത്താല, മുഹമ്മദ് കുട്ടി തൃത്താല തുടങ്ങിയവർ നേതൃത്വം നൽകി. കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ ചാവക്കാട് പോലീസ് പിടികൂടി. 100ഓളം മോഷണ കേസുകളിലെ പ്രതികളെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യയുടെ നേതൃത്വത്തിൽ ഷാഡോ പോലീസും ചാവക്കാട് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ പൂട്ടുകൾ തകർത്ത് അകത്ത് കടന്ന് അലമാരയുടെയും മറ്റ് ലോക്കറുകളുടെയും പൂട്ടുകളും തകർത്ത് വിദഗ്ധമായി സ്വർണ്ണാഭരണങ്ങളും പണവും മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് കോഴിക്കോട് പെരുവണ്ണാമൂഴി സ്വദേശി പനക്കൽ വീട്ടിൽ ചന്ദ്രൻ 63 വയസ്സ്, കോഴിക്കോട് താമരശ്ശേരി സ്വദേശി കൂരപ്പോയിൽ വീട്ടിൽ 29 വയസ്സുള്ള മുഹമ്മദ് നിസാർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ തമിഴ്നാട് സത്യമംഗലം കാട്ടിനുള്ളിലെ ഒളിത്താവളത്തിൽ നിന്നാണ് അതിസാഹസികമായി പോലീസ് പിടികൂടിയത്. ചാവക്കാട് പുതിയറയിലുള്ള മുഹമ്മദ് അഷ്റഫ് എന്നയാളുടെ പൂട്ടിക്കിടന്നിരുന്ന വീടിൻ്റെ പിൻവാതിലിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 37 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തിയ കേസിൻ്റെ അന്വേഷണത്തിനൊടുവിലാണ് നിരവധി കവർച്ചാ കേസുകളിലെ പ്രതികളായ ഇവർ പോലീസ് പിടിയിലായത്. ഈ കേസിലെ അന്വേഷണത്തിൽ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ വാടാനപ്പള്ളി സ്വദേശി സുഹൈൽ എന്നയാളെ ആദ്യമേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിടിയിലായവരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. മോഷണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ ഒളിത്താവളങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്ത പ്രതികളെ ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പിടികൂടുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ചാവക്കാട് പുതിയറയിൽ നിന്നും 37 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തിയതായും കാട്ടപ്പുറത്ത് ഷിറാസ് എന്നയാളുടെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചതായും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യയുടെ നിർദ്ദേശപ്രകാരം സിറ്റി ക്രൈംബ്രാഞ്ച് ACP ബാബു കെ തോമസ്, കുന്നുംകുളം ACP TS സിനോജ്, ചാവക്കാട് SHO അനിൽകുമാർ ടീമിയപ്പുള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ചാവക്കാട് സ്റ്റേഷനിലെ പോലീസുകാരും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, ചാവക്കാട്. എയ്ഡഡ് നോൺ അപ്രൂവ്ഡ് സ്റ്റാഫ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ക്രിസ്മസ് ദിനത്തിൽ പ്രതിഷേധ നിരാഹാര സമരം സംഘടിപ്പിച്ചു. 3000ഓളം വരുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരും അനധ്യാപകരും കഴിഞ്ഞ 5 വർഷമായി നിയമന അംഗീകാരവും ശമ്പളവുമില്ലാതെ ജോലി ചെയ്തു വരികയാണ്. സ്കൂളിലെ ജോലിക്ക് ശേഷം കൂലിപ്പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന യൂണിയൻ അംഗങ്ങളെ സർക്കാരിന്റെ 100 ദിന പരിപാടിയിലും ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് ക്രിസ്മസ് ദിനത്തിൽ പ്രതിഷേധ നിരാഹാര സമരം സംഘടിപ്പിച്ചത്. സമരം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി T കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PK ജയപ്രകാശ് മുഖ്യാതിഥിയായി. വിവിധ സംഘടനാ നേതാക്കളായ CP ആന്റണി, KR ജയദേവൻ, ജിൻഡോ മാസ്റ്റർ, ജോസ് പോൾ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയുടെ മാതാവ് കോവിഡ് ബാധിച്ചു മരിച്ചു. ചാമുണ്ടേശ്വരി പഴയത്ത് മനയിൽ 75 വയസ്സുള്ള ശാന്താന്തർജനമാണ് മരിച്ചത്. മേൽശാന്തിയായിരുന്ന പഴയത്ത് സതീശൻ നമ്പൂതിരിയുടെ മാതാവാണ്. കഴിഞ്ഞ 12-നാണ് ഇവർക്ക് കോവിഡ് ബാധിച്ചത്. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് അന്ത്യം. ഇതോടെ നഗരസഭാ പരിധിയിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നു. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 5397 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48,853 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.04 ആണ്. 16 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2930 രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4690 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 576 പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തമാണ്. 46 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 4506 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശൂർ ജില്ലയിൽ 374 പേർക്ക് കൂടി കോവിഡ്. 594 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6084 ആണ്. തൃശൂർ സ്വദേശികളായ 135 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 71,876 ആണ്. 65,275 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. വെള്ളിയാഴ്ച സമ്പർക്കം വഴി 363 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 6 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന 2 പേർക്കും രോഗോറവിടം അറിയാത്ത 3 പേർക്കും രോഗബാധ ഉണ്ടായി. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 37 പുരുഷന്മാരും 26 സ്ത്രീകളും 10 വയസ്സിന് താഴെ 12 ആൺകുട്ടികളും 8 പെൺകുട്ടികളുമുണ്ട്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അർബൻ സോണിൽ 2 പേർക്കും പൂക്കോട്, തൈക്കാട് സോണുകളിൽ ഓരോരുത്തർക്ക് വീതവുമാണ് രോഗം കണ്ടെത്തിയത്. 1, 10, 25, 31 വാർഡുകളിലുള്ളവരാണ് രോഗം കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചൂണ്ടൽ പഞ്ചായത്തിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആയമുക്കിൽ 37 വയസ്സുള്ള പുരുഷൻ, പെരുമണ്ണിൽ 66 വയസ്സുള്ള സ്ത്രീ, കൂനമുച്ചിയിൽ 54 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ക്രിസ്തുമസ് ദിനം കണ്ടാണശ്ശേരിക്ക് ആശ്വാസത്തിന്റെ നാൾ.
വെള്ളിയാഴ്ച പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഒരാൾക്ക്. 14-ാം വാർഡിൽ 82 വയസ്സുള്ള പുരുഷനാണ് രോഗം നിർണയിച്ചത്. മറ്റു വാർത്തകൾ. ഗുരുവായൂർ തിരുവങ്കടം ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്ത് നിന്ന് വിജയിച്ച നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി. ഗുരുവായൂർ ടെമ്പിൾ SHO C പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപകട സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ട്രാഫിക് മിററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രൻ ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. KT സഹദേവൻ, PI ആൻഡോ, PI ലാസർ, രവികുമാർ കാഞ്ഞുള്ളി, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാരായ സുബിത സുധീർ, VK സുജിത്ത്, KP ഉദയൻ, ദേവിക ദിലീപ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. പോലീസുകാർ വേഷമിട്ട ഷോർട്ട് ഫിലിം ടുഡേ യൂട്യൂബിലൂടെ റിലീസ് ചെയ്തു. വിവിധ അന്വേഷണ വിഭാഗത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അഭിനയിച്ചു എന്നതാണ് ഈ ഹ്രസ്വ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. അനിശ്ചിതത്വത്തിനൊടുവിലാണ് ക്രിസ്മസ് ദിനത്തിൽ ടുഡേ ഷോർട്ട് ഫിലിം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. 2018-ലായിരുന്നു ചിത്രീകരണത്തിന് കുന്നംകുളം മേഖലയിൽ തുടക്കമായത്. എന്നാൽ അന്ന് റിലീസിനൊരുങ്ങിയ സമയത്ത് ചില സാങ്കേതിക കുരുക്കുകളും പോലീസ് അനുമതി വൈകിയതുമാണ് റിലീസ് നീളാൻ കാരണമായതെന്ന് സംവിധായകൻ KS രതീഷ് പറഞ്ഞു. കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശിയാണ് KS രതീഷ്. ക്രിസ്മസ് ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് യൂട്യൂബിലൂടെ ചിത്രം റിലീസ് ചെയ്തു. കേരള പോലീസിന്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളും ജനമൈത്രി പോലീസിന്റെ ആശയവുമെല്ലാം വ്യക്തമാക്കുന്നതാണ് ടുഡേ ഷോർട്ട് ഫിലിം. ഇരിങ്ങാലക്കുട ക്രൈംബ്രാഞ്ച് SI ഫൈസൽ, കുന്നംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ കബീർ, തൃശൂർ സ്റ്റേഷനിലെ സുധി, നെടുപുഴ സ്റ്റേഷൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ശുഭ, സത്യനടപ്പാൾ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മിഥുൻ സക്കറിയാണ് നിർമ്മാണം. കഥ, തിരക്കഥ എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ദീപുവാണ്. ഈ ഷോർട്ടിനൂടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരള പോലീസിനെ കൊണ്ടാണ് ഞാനിത് അഭിനയിപ്പിച്ചത്. അവരാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ കഥ എന്ന് പറയുന്നത് അവരുടെ ഒരു ദിവസത്തെ സർവീസാണ്. അവർ ചെയ്യുന്ന ജനങ്ങളായിട്ട് അടുത്ത് ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ പ്രത്യേകതകളും അതാണ് ഈ പടത്തിന്റെ ടുഡേ എന്ന ഷോർട്ടിനൂടെ പ്രത്യേകത. ഇതിപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് 2 വർഷമായി. എനിക്ക് ഇറക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒറിജിനൽ പോലീസേഴ്സ് അഭിനയിക്കാൻ അവർക്ക് സാങ്ഷൻ സംഭവങ്ങളൊക്കെ വേണം. അപ്പൊ അതിന് DGPനെ കണ്ട് അങ്ങനെ കുറച്ച് ഡിലേ. യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് നല്ല പ്രതികരണം ലഭിച്ചതിന്റെ ആത്മസംതൃപ്തിയിലാണ് അണിയറ പ്രവർത്തകർ. CCTV ന്യൂസ്, കുന്നംകുളം. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ച് ആനയെ പ്രകടനത്തിൽ പങ്കെടുപ്പിച്ചതിന് പുന്നൂർക്കുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. കഴിഞ്ഞ 19-ന് അണ്ടത്തോട് നടന്ന ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിൽ ചട്ടം ലംഘിച്ച് ആനയെ പങ്കെടുപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനവകുപ്പ് കേസെടുത്തത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീബ്, ആനയുടെ 1-ാം പാപ്പാൻ കോഴിക്കോട് വെള്ളിമന സ്വദേശി K സൈനുദ്ദീൻ, 2-ാം പാപ്പാൻ തിരൂർ തൃപ്പങ്ങോട് സ്വദേശി ജാബറിൽ എന്നിവരുടെ പേരിലാണ് കേസ്. രജിസ്റ്റർ ചെയ്ത ഉത്സവങ്ങൾക്ക് മാത്രമാണ് ആനയെ എഴുന്നള്ളിക്കാൻ അനുവാദമുള്ളത്. നാടാന പരിപാലന ചട്ടങ്ങൾ കർക്കശമാക്കിയിരിക്കെയാണ് നിയമം ലംഘിച്ച് ആനയെ പങ്കെടുപ്പിച്ചതെന്ന് വനവകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി. ആനയെ എഴുന്നള്ളിക്കാൻ അനുമതി ലഭിച്ചാലും കോവിഡ് നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചാൽ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയുകയുള്ളൂവെന്ന് വനവകുപ്പ് പറഞ്ഞു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് അരങ്ങേറിയ മോഹിനിയാട്ടത്തിന് വേൾഡ് ഗിന്നസ് റെക്കോർഡ് ലഭിച്ച പഴഞ്ഞി ചെറുതുരുത്തി തോട്ടപ്പുറത്ത് സോമന്റെ മകൾ TS ആർദ്രയ്ക്ക് അനുമോദനവുമായി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ആർദ്രയുടെ വീട്ടിലെത്തി ഉപഹാരം നൽകി അഭിനന്ദിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NK അബ്ദുൽ മജീദ്, കോൺഗ്രസ് ഭാരവാഹികളായ സരോജിനി ഭരതൻ, റാഷിദ് പെരുന്തിരുത്തി, വാസു MK, ബാസിൽ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് TS ആർദ്ര. കളഞ്ഞു കിട്ടിയ പണമടങ്ങിയ പേഴ്സും രേഖകളും ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് മാതൃകയായി. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് മുബാറക് കേച്ചേരിയാണ് കളഞ്ഞു കിട്ടിയ പേഴ്സും ATM കാർഡും ഉടമയ്ക്ക് തിരിച്ചു നൽകിയത്. തലക്കോട്ടുകര സ്വദേശി സുധീറിന്റെ പേഴ്സാണ് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത്. വൈകിട്ട് 7 മണിയോടെ കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നാണ് മുബാറക്കിന് ATM കാർഡുകളും പണവും അടങ്ങിയ പേഴ്സ് കളഞ്ഞു കിട്ടിയത്. തുടർന്ന് പേഴ്സ് കിട്ടിയ വിവരം വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചതോടെ സുധീർ വിവരം അറിഞ്ഞ് മുബാറക്കിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ് നേതാവ് P അബൂബക്കറിന്റെ സാന്നിധ്യത്തിൽ മുബാറക്ക് പേഴ്സ് സുധീറിന് കൈമാറി. പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയനായ മുബാറക്കിനെ സഹപ്രവർത്തകർ അഭിനന്ദിച്ചു. ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹൈസ്കൂൾ 1987-88 SSLC ബാച്ചിന്റെ ഓർമ്മകൾ പെയ്യുമ്പോൾ എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 1-ാം വാർഷികാഘോഷം നടന്നു. വ്യാപാരഭവനിൽ നടന്ന വാർഷികാഘോഷം മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. മഞ്ജുഷ സുരേഷ്, റീന കോനരത്ത്, KC ബൈമി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് MPമാർ നടത്തിയ മാർച്ച് തടയുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. PK സലിം, ഷറഫു പന്നിത്തടം, MH നൌഷാദ്, PU പ്രകാശൻ, MP സിജോ, ലിബിൻ K മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ സലാം വലിയകത്ത്, മനോഹരൻ, റഫീഖ് അയിനിക്കുന്നത്ത്, ഹമീദ് അയ്യാൽ, അലി വെള്ളറക്കാട്, രാജു ഗണേഷ്, രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ദേശീയ തലത്തിൽ PhD എൻട്രൻസ് പരീക്ഷയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ചാവക്കാട് സ്വദേശിനി ഹിദ നസ്രിനെ മുസ്ലിം സർവീസ് സൊസൈറ്റി ഡിസ്ട്രിക്ട് കമ്മിറ്റി ആദരിച്ചു. KV അബ്ദുൽ ഖാദർ MLA അവാർഡ് നൽകി. MSS ജില്ലാ പ്രസിഡന്റ് TS നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KSA ബഷീർ, MP ബഷീർ, ബദറുദ്ദീൻ, ഹാരിസ് K മുഹമ്മദ്, മുഹമ്മദ് അക്ബർ, ഡോക്ടർ ഹാഫിസ് ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷിട്ടോറിയു ഇന്റർനാഷണൽ അലൻ തിലക് കരാട്ടെ സ്കൂളിന്റെ നേതൃത്വത്തിൽ 17ാമത് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. വേലൂരിൽ നടന്ന ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൽ 3ാമത് ബ്ലാക്ക് ഡെൻ ബെൽറ്റ് വേലൂർ ആനപ്പാലം കരാട്ടെ കോച്ച് സെൻസായി സോനു പോൾ, വേലൂർ ചുങ്കം ജീവജ്വാല അക്കാദമി ആർട്സിലെ കരാട്ടെ കോച്ച് സെൻസായി ക്രിസ്റ്റി പൗലോസ് എന്നിവർ കരസ്ഥമാക്കി. കരാട്ടെ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജോയിന്റ് സെക്രട്ടറിയും കേരള കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ K ഉണ്ണികൃഷ്ണൻ ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി. ബ്ലാക്ക് ബെൽറ്റ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കുള്ള ബെൽറ്റ് വിതരണം ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി KS സദാനന്ദ് നിർവഹിച്ചു. ചടങ്ങിൽ ഇരുപപ്പെട്ടി SI സനിൽകുമാർ മുഖ്യാതിഥിയായി. കുന്നംകുളം താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, ചാക്കോ സേവ്യർ, അഡ്വക്കേറ്റ് ജയശ്രീ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കാണിപ്പയൂർ ARD 13ാം നമ്പർ റേഷൻ കടയിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ സോമശേഖരൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം റേഷനിംഗ് ഇൻസ്പെക്ടർ S സരിത അധ്യക്ഷത വഹിച്ചു. റേഷൻ കട ലൈസൻസി ശങ്കരനാരായണൻ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കരടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഇരുമ്പപ്പെട്ടി സ്വദേശി ES സഞ്ജയ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറാണ്. ഇരുമ്പപ്പെട്ടി എൽക്കോടൻ പറമ്പിൽ സുബ്രഹ്മണ്യൻ ഭാർഗവി ദമ്പതികളുടെ മകനാണ്. ദേശീയ ഫുട്ബോൾ റഫറി കൂടിയാണ് ES സഞ്ജയ്. ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു. കൈപ്പറമ്പ് ചീരോടത്തുപടിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് എടക്കളത്തൂർ ആലാട്ട് വീട്ടിൽ കുമാറിന്റെ മകൻ ദാസനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് കൂടിയായിരുന്നു അപകടം. പരിക്കേറ്റ ദാസനെ കേച്ചേരി എക്സ് പ്രവർത്തകർ മുളന്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം ആനായ്ക്കൽ ജൈവ സമ്മിശ്ര കൃഷിയിടത്തിൽ കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊയ്ത്തുത്സവം നടത്തി. കർഷകൻ അനീഷ് ആനായ്ക്കലിന്റെ പാടശേഖരത്തിലാണ് കൊയ്ത്തുത്സവം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ്, കർഷക അവാർഡ് ജേതാവ് അനീഷ് അയ്യാൽ, ജൈവ കർഷക സമിതി താലൂക്ക് കൺവീനർ മനീഷ് കാണിയാമ്പാൽ, അനീഷ് ആനായ്ക്കൽ, വാർഡ് കൗൺസിലർമാരായ ഗീത ശശി, ലബീബ് ഹസൻ, PK ഷബീർ, TB ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ കർഷകരെ ആദരിക്കലും പ്രമുഖ നാടക നടി ഷീജ അറങ്ങോട്ടുകരയുടെ കൊയ്ത്തുപാട്ട്, അധ്യാപിക സത്യാവതിയുടെ കവിതാ ആലാപനം എന്നിവയും ഉണ്ടായി. ദില്ലിയിൽ സമരം നടത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിസാൻ സഭ പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ട്രാക്ടർ ജാഥ നടത്തി. നായരങ്ങാടിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം PK റാണ ശങ്കർ ജാഥ ക്യാപ്റ്റൻ ശശിക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിന്റെയും പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെയും വിവിധ ഇടങ്ങളിൽ CPIയുടെയും കിസാൻ സഭയുടെയും നേതൃത്വത്തിൽ ട്രാക്ടർ ജാഥയ്ക്ക് സ്വീകരണമുണ്ടായി. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ആൽത്തറ സെന്ററിൽ ജാഥയുടെ സമാപന സംഗമം സംസ്ഥാന കമ്മിറ്റി അംഗം NK സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി അംഗം KS ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി പ്രവീൺ പ്രസാദ്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VK ചേക്കു ഹാജി, VM മനോജ്, അജ്മൽ, ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദില്ലിയിലെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. ആൽത്തറയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുന്നയൂർക്കുളം KSCB പരിസരത്ത് സമാപിച്ചു. ഷെഫീഖ് പൂഴിക്കുന്നത്ത്, സിറാജ് പെരുമ്പള്ളി, KK താഹിർ, നിസാർ ചെമ്മണ്ണൂർ, ലത്തീഫ് കോലയിൽ, ബക്കർ ചന്ദനത്ത്, നിയാസ് പുന്നയൂർക്കുളം എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ചേർന്ന പൊതുയോഗം പുന്നയൂർക്കുളം വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈനുദ്ദീൻ ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ജലാൽ ചെമ്മണ്ണൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റക്കീബ് തറയിൽ, അബ്ദുൾ സമദ് അണ്ടത്തോട് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന TK നമ്പീശൻ മാസ്റ്ററുടെ 2ാം ചരമവാർഷികാചരണം CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. 3ാം വാർഡ് മെമ്പർ വിമല നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലൈൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KG ഗോപിനാഥ്, P മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർ TR ഷോബി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഫൊറോന ദേവാലയത്തിലെ സെന്റ് ജോൺ യൂണിറ്റ് ഒരുക്കിയ പുൽക്കൂട് ആകർഷണീയമായി. മത്സരത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുൽക്കൂട് 1ാം സ്ഥാനം നേടി. കോവിഡ് പ്രതിരോധ സന്ദേശമുയർത്തിയ ബ്രേക്ക് ദി ചെയിൻ, ക്രിസ്മസ് പാപ്പമാർ, തടാകം, വെള്ളച്ചാട്ടം, അരുവികൾ, മഞ്ഞുമലനിരകൾ, കുടിലുകൾ, കൊട്ടാരങ്ങൾ, നെൽപ്പാടങ്ങൾ എന്നിവ ശ്രദ്ധയാകർഷിച്ചു. ജാതിമത ഭേദമില്ലാതെ നാട്ടിലെ യുവാക്കളുടെ കൂട്ടായ്മയിലാണ് അതിമനോഹരമായ ദൃശ്യങ്ങൾ ഒരുങ്ങിയത്. 10 ദിവസത്തെ പ്രയത്നമാണ് പുൽക്കൂട് നിർമ്മാണത്തിന് ആവശ്യമായി വന്നത്. കടലാസ് പെട്ടി, തെർമോകോൾ, ചാക്ക്,
അട്ടപ്പെട്ടി, സിമന്റ് കട്ടകൾ, മെറ്റൽ തുടങ്ങിയ വസ്തുക്കളും പാഴ്വസ്തുക്കളും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. നിരവധി പേർ പുൽക്കൂട് കാണാൻ എത്തുന്നുണ്ട്. MK ജോയ്സൺ, MP വില്ലി, പ്രശാന്ത്, MT റോഷ്, ജായർ ജോൺസൺ, ആൻലിൻ, അഹീന, നെഹേമിയ, MJ വിനോജ്, രജീഷ്, ജിനോ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. കൂനമുച്ചിയിലെ സഞ്ചരിക്കുന്ന പുൽക്കൂട് ശ്രദ്ധേയമായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് കാലത്തിന്റെ ആഘോഷങ്ങൾക്ക് വിലക്ക് വീണപ്പോൾ പ്രായഭേദമന്യേ നിരത്തിലിറങ്ങി പുൽക്കൂടുകൾ കണ്ടിരിക്കുന്നവർക്കായി തയ്യാറാക്കിയ കൂനമുച്ചിയിലെ സഞ്ചരിക്കുന്ന പുൽക്കൂടാണ് ശ്രദ്ധേയമായത്. നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്ന കരോൾ സംഘങ്ങളുടെ അഭാവത്തിൽ നാട്ടുകാർക്ക് ഏറെ ആശ്വാസമായി സഞ്ചരിക്കുന്ന പുൽക്കൂട്. അംബാസിഡർ കാറിന്റെ ഡിക്കിയിൽ സജ്ജമാക്കിയ കാലിത്തൊഴുത്തിൽ നക്ഷത്രവും കരോൾ ഗാനങ്ങളും ഒരുക്കിയാണ് സഞ്ചരിക്കുന്ന പുൽക്കൂട് തയ്യാറാക്കിയിരുന്നത്. പുൽക്കൂടിന്റെ നിർമ്മാണത്തിന് മാർട്ടിൻ കൂനമുച്ചി, രാജൻ, ജെയിംസ്, വിൻസൺ, ജീസൺ എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ വീട് മുഴുവൻ പുൽക്കൂടാക്കി ജോണി. ചാലിശ്ശേരി കുന്നത്തേരി ചീരൻ ജോണിയുടെ വീട്ടിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ നാടിന് തന്നെ കൗതുകമായി. ഓണം, ബക്രീദ്, വിഷു, റംസാൻ എന്നിവയെല്ലാം ഈ വീട്ടിൽ വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കാറുള്ളത്. ഇത്തവണ ക്രിസ്മസിന് ദൈവപുത്രനെ വരവേൽക്കാൻ ഒരുക്കിയ കാഴ്ചകൾ കണ്ടാൽ ഏതൊരാളും കണ്ണു ചിമ്മാതെ നോക്കി നിന്നു പോകും. വ്യാഴാഴ്ച രാത്രി 7-നാണ് പുൽക്കൂടിലെ വൈദ്യുതി ദീപങ്ങൾ പ്രകാശിച്ചത്. ഇനി ഇത് ജനുവരി 6 പിണ്ടി പെരുന്നാൾ വരെ അണയില്ല. 7 ദിവസമെടുത്താണ് ജോണിയും ഭാര്യ റീന, മക്കളായ ജാക്ക്, ജിം, ജിൽ എന്നിവരും മനോഹരമായ പുൽക്കൂടൊരുക്കിയത്. കാട്ടുറബ്ബറിന്റെ ചില്ലകളിൽ പെയിന്റടിച്ച ശേഷം പഞ്ഞികൾ പൊതിഞ്ഞാണ് മഞ്ഞുതുള്ളികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാറക്കല്ലിനു മുകളിൽ വലിയ പുൽക്കൂടും LED നക്ഷത്രങ്ങളും മാല ബൾബുകളും പല വർണ്ണങ്ങളിലുള്ള നക്ഷത്രങ്ങളും ഒരുക്കിയിരിക്കുന്നു. കഴിഞ്ഞ ഓണത്തിന് അത്തം മുതൽ തിരുവോണം വരെ ശ്രദ്ധേയമായ പൂക്കളങ്ങളും ജോണി ഒരുക്കിയിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമായി. തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പുൽക്കൂട് നിർമ്മിച്ചത്. ഫൊറോന വികാരി ഫാദർ ജോയ് അടമ്പുകുളത്തിന്റെ നേതൃത്വത്തിലാണ് പുൽക്കൂട് നിർമ്മാണം നടത്തിയത്. കൊട്ടാരവും മഞ്ഞുമലയും പൂന്തോട്ടവും ഫൗണ്ടേഷനും പുൽക്കൂടിനെ ശ്രദ്ധേയമാക്കി. വേലൂർ ആനപ്പാലം പ്രദേശത്തിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി 4ാം വർഷവും ആനപ്പാലത്തിന് മുകളിൽ പുൽക്കൂട് ഒരുക്കി. വർക്കിംഗ് മോഡലാണ് ഇത്തവണ നിർമ്മിച്ചത്. കൊറോണയെ പ്രതിരോധിക്കുന്ന ക്രിസ്മസ് പപ്പയുടെ ചിത്രമാണ് ഒരുക്കിയത്. വേലൂർ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ അജി ജോഷി ക്രിസ്മസ് കേക്ക് മുറിച്ച് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലോറൻസ് കുറ്റിക്കാട്ട്, ഫിൻഡോ, ഡേസിൽ, ഗോഡ്സൺ, ഗോഡ്വിൻ, ഷാൽവിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും സൗജന്യ ക്രിസ്മസ് പുതുവത്സര സമ്മാനങ്ങളുമായി കൂനമുച്ചിയിലെ കുട്ടിക്കൂട്ടം. കൂനമുച്ചി സെന്ററിൽ സജ്ജമാക്കിയ പെട്ടിയിൽ പേരും വിലാസവും ഫോൺ നമ്പറും എഴുതിയിടുന്നവർക്കാണ് കുട്ടിക്കൂട്ടം സമ്മാന പൊതികൾ സൗജന്യമായി നൽകിയത്. എല്ലാ വർഷവും ക്രിസ്തുമസ് ദിനത്തിൽ കൂനമുച്ചിയിലെ കുട്ടികളുടെ കൂട്ടായ്മ നടത്തിവരാറുള്ള നറുക്കെടുപ്പ് ഇക്കുറി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടത്തിയത്. വാട്സപ്പ് വഴി പേരും വിലാസവും അയച്ചവർക്കും നറുക്കെടുപ്പ് വഴി സമ്മാനപ്പൊതി നൽകിയിരുന്നു. നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ നിർവഹിച്ചു. കൂട്ടായ്മ കോർഡിനേറ്റർ PJ സ്റ്റൈജു അധ്യക്ഷനായി. ജോമി ജോൺസൺ, TJ വിജു, PJ ബിജോയ്, PS അനന്യ, ജോൺ ബെൻസ്, CL ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. എല്ലാം ലാഭം മാത്രമെന്ന ചിന്തയിൽ നിന്നും പുതുതലമുറയെ മാറ്റാനും സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പഠിപ്പിക്കാനുമാണ് നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത്. പ്രഷർ കുക്കർ, കേക്ക് തുടങ്ങിയ സമ്മാനങ്ങളാണ് സൗജന്യമായി നൽകിയത്. CCTV ന്യൂസ് കേച്ചേരി. തയ്യൂർ കുരിശുപള്ളി മൈതാനത്ത് ഒരുക്കിയ പുൽക്കൂടിന്റെ സ്വിച്ച് ഓൺ കർമ്മം വാർഡ് മെമ്പർ നിതീഷ് ചന്ദ്ര നിർവഹിച്ചു. നിരവധി പേരാണ് ആകർഷകമായ പുൽക്കൂട് സന്ദർശിക്കുവാനായി എത്തിയത്. ഷിബിൻ, സോനൽ, സ്റ്റിജിൻ, അജിത്ത്, ഡിജിത്ത്, അച്ചു എന്നിവർ 1 മാസം പ്രയത്നിച്ചാണ് ഇവ ക്രമീകരിച്ചത്. ചാലിശ്ശേരി അങ്ങാടി ഹെബ്രോൺ സ്ട്രീറ്റ് നിവാസികൾ ഗ്രാമത്തിൽ ഒരുക്കിയ വലിയ നക്ഷത്രം ശ്രദ്ധേയമായി. 31 അടി ഉയരത്തിലുള്ള നക്ഷത്രം 4 ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. വ്യാഴാഴ്ച രാത്രി വൈദ്യുതി ദീപാലങ്കാരത്താൽ നക്ഷത്രം മനോഹര കാഴ്ചയായി. ഹെബ്രോൺ സ്ട്രീറ്റ് നിവാസികൾ നേതൃത്വം നൽകി. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ ക്രിസ്മസിന്റെ ഭാഗമായി ക്രിസ്മസ് കരോൾ പ്രോഗ്രാം ക്ലീനോ 2020 എന്ന പേരിൽ ഡിസംബർ 26 ശനിയാഴ്ച വൈകിട്ട് 9 മണിക്ക് ഓൺലൈനായി സംഘടിപ്പിക്കുന്നു. 7 രാജ്യങ്ങളിൽ നിന്ന് കരോൾ ടീമുകൾ പ്രോഗ്രാമിൽ പങ്കെടുക്കും. ഡോക്ടർ ഗീവർഗീസ് മോർ യൂലിയോസ് മെത്രാപ്പോലിത്ത ക്രിസ്മസ് സന്ദേശം നൽകി കരോൾ സന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വീണ്ടും വാർത്തകളിലേക്ക്. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എലവള്ളി ബെത്സൈദ അഗതി മന്ദിരത്തിലേക്ക് സഹായം കൈമാറി. മന്ദിരത്തിലേക്ക് വേണ്ട അവശ്യസാധനങ്ങൾ സിസ്റ്റർ ആലിസിന് ഹരിതവേദി ജില്ലാ കോർഡിനേറ്റർ ശശീധരൻ വൈലത്തൂരും മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ലോഹിതാക്ഷനും ചേർന്ന് കൈമാറി. ധനസഹായം ജില്ലാ IT കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രാഹുൽ കൈമാറി. ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ നായർ, കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ രാജേഷ് VM എന്നിവർ പങ്കെടുത്തു.
പെരിയമ്പലം കൃഷ്ണാനന്ദ ആശ്രമ മഠാധിപതിയായി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ സ്ഥാനമേറ്റു. 25 വർഷം മുൻപ് സമാധിയായ മഠാധിപതി കൃഷ്ണാനന്ദ സരസ്വതിയുടെ ഒസ്യത്ത് പ്രകാരമാണ് അന്തേവാസികൾ പുതിയ മഠാധിപതിയെ തെരഞ്ഞെടുത്തത്. സന്യാസി മഹാസഭ ദേശീയ അധ്യക്ഷൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. സന്യാസി മഹാസഭ ദേശീയ ജനറൽ സെക്രട്ടറി ആനന്ദ് നായർ, സ്വാമി മുക്തി പ്രിയാനന്ദ, ആശ്രമം സമിതി സെക്രട്ടറി കൊടിയേരി ചന്ദ്രശേഖര മേനോൻ, കെ കറപ്പൻ, മാതാജി സംഗമേശാനന്ദ സരസ്വതി എന്നിവർ പങ്കെടുത്തു. ഇൻഗുലാബ് വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവം എന്ന ശീർഷകത്തിൽ SSF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് കോൺഗ്രസിന് കുന്നംകുളം ഡിവിഷനിൽ ശനിയാഴ്ച തുടക്കമാകും. എരുമ്പടി പ്രസിഡൻസി കോളേജിൽ നടക്കുന്ന പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ സോമൻ ചെമ്പ്രത്ത് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ സെക്ഷനുകളിൽ NM സാദിഖ് സക്കാഫി, അസ്ഹർ മാസ്റ്റർ, ജുബേർ മാസ്റ്റർ, ഷിഹാബ് സക്കാഫി തുടങ്ങിയവർ പങ്കെടുക്കും. 6 സെക്ടറുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ സ്വലാഹിദ്ദീൻ അസനി അറിയിച്ചു. മരത്തങ്കോട് അമ്പലംപള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, നെയ്യഭിഷേകം, നടക്കൽ, നിറപറ, ഭഗവതിക്ക് പട്ടും വാളും സമർപ്പണം, കലശം, നവകം, പഞ്ചഗവ്യം, പൊങ്കാല, 108 ഇളനീർ അഭിഷേകം, ഉച്ചപൂജ, വൈകിട്ട് നിറമാല, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം അത്താഴപൂജയും ഗുരുതി, മംഗളപൂജ എന്നിവയും ഉണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് രക്ഷാധികാരി ശാന്തി ശ്രീലാൽ നേതൃത്വം നൽകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4670 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4660 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. നവമാധ്യമ കാഴ്ച. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് നാടെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് പാപ്പയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ആഘോഷത്തിൽ ഞങ്ങളും മോശക്കാരാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടർ. സിജോ നൽകിയ ദൃശ്യം. ചെറുവം അഞ്ഞൂർ പാർക്കാടി അമ്പലത്തിന് സമീപം തെക്കേക്കര വീട്ടിൽ മാത്യു നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8:30 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. വിജി, ഷിജി, ജിജി, ജിജോ എന്നിവർ മക്കളാണ്. പഴഞ്ഞി ജെറുസലേം കണ്ടിരുത്തി പരേതനായ കുമാരന്റെ ഭാര്യ ശാന്ത നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടന്നു. സന്തോഷ്, സിന്ധു എന്നിവർ മക്കളാണ്. പുന്നൂർ എടക്കര മിനി സെന്ററിന് വടക്ക് ഭാഗം താമസിക്കുന്ന പരേതനായ തളികശ്ശേരി മുഹമ്മദുണ്ണി ഹാജി ഭാര്യ ചോലയിൽ കുഞ്ഞാമി നിര്യാതയായി. 81 വയസ്സായിരുന്നു. കബറടക്കം എടക്കര പള്ളി ഖബർസ്ഥാനിൽ നടത്തി. മുഹമ്മദ് അലി, കുഞ്ഞുമോൻ, അൻഫസ്, ഫാരിസ്, ഫാത്തിമ, നസിയ, ഐഷാബി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കോവിഡ് മഹാമാരിയുടെ ആശങ്കകൾക്ക് മീതെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൊൻകിരണങ്ങളുമായി ലോകം ക്രിസ്മസ് ആഘോഷ നിറവിൽ. ക്രിസ്തുദേവന്റെ ജനനത്തെ വരവേറ്റ് വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനകൾ ഭക്തി നിർഭരം. മനം കവർന്ന് വൈവിധ്യമാർന്ന പുൽക്കൂടുകൾ. പതിവ് തെറ്റിക്കാതെ ജേക്കബിന്റെ കാരുണ്യ സബര്യം. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രം. 20,000-ലധികം പേർ പങ്കെടുത്തിരുന്ന പ്രസാദ ഊട്ട് കോവിഡ് സാഹചര്യത്തിൽ ഇത്തവണ ഉണ്ടായില്ല. പഞ്ചരത്ന കീർത്തനാലാപനം ഉൾപ്പെടെയുള്ള സാംസ്കാരിക ചടങ്ങുകൾ നടന്നത് ഓൺലൈനായി. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ച് ആനയെ പ്രകടനത്തിൽ പങ്കെടുപ്പിച്ചതിന് പുന്നൂർക്കുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീബ് ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു ചട്ടലംഘനം. നടൻ അനിൽ നെടുമങ്ങാട് മുങ്ങിമരിച്ചു. ഷൂട്ടിങ്ങിനായി തൊടുപുഴയിൽ എത്തിയപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം മലങ്കര ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കയത്തിൽപ്പെട്ട് മുങ്ങിമരണം. വിട പറഞ്ഞത് അയ്യപ്പനും കോശിയിലൂടെയും കമ്മട്ടിപ്പാടത്തിലൂടെയും ശ്രദ്ധ നേടിയ അഭിനേതാവ്. മലയാളക്കരയെ ഞെട്ടിച്ച് ഡിസംബറിന്റെ മറ്റൊരു നഷ്ടം കൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV-online.tv സന്ദർശിക്കുക. നമസ്കാരം.
ഗുരുവായൂർ പൊന്നാരശ്ശേരി സതീഷ് സൂര്യന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. പരേതയുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ ഭർത്താവ് സൂര്യൻ, മക്കൾ ഗോകുൽ, റോഷൻ, പ്രിൻസി, മറ്റു ബന്ധുമിത്രാദികൾ.